എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നടത്തറ എന്ന പ്രദേശത്താണ് വരുന്നത്. എൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി നല്ലൊരു രീതിയിൽ സെറ്റിൽ ആവണമെന്ന്. അപ്പോൾ പണ്ട് മുതൽക്കേ ഞാനിങ്ങനെ വിദേശത്തുള്ള ജോലികളുടെ ഓരോന്നും അന്വേഷിച്ച് പിടിക്കും, അതിനായിട്ട് അപ്ലൈ ചെയ്യുകയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അവസരം വരാത്തതിനാൽ കുറേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവും. പിന്നെ നമുക്ക് ഈ പകുതി വരെ വന്ന് നിന്നിട്ട് പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളായിട്ടൊക്കെ അത് വിട്ടു പോവാറുണ്ട്. അങ്ങനെ ഭയങ്കര ഡിപ്രഷനിലൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. പിന്നെ അങ്ങനെ ഒരു സ്വപ്നം ഞാൻ ഒരിടയ്ക്ക് വേണ്ടാന്ന് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കാനും പറ്റി. അതേ ഒരു സമയത്ത് തന്നെ ഞാനിങ്ങനെ ഫേസ്ബുക്ക് വഴി നമ്മുടെ പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ ഓരോ ഭക്തന്മാർക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി കാണാൻ ഇടയായത്. ആദ്യം കണ്ടപ്പോൾ അത്ര അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഇതുപോലെ കുറേ ഓൺലൈനിലും ഇതിലൊക്കെ നമ്മൾ മറ്റും കാണുന്നതാണ്. പക്ഷെ എനിക്ക് എന്തോ സ്വാമീനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു സംതൃപ്തി കിട്ടി. ആ ഓൺലൈനിൽ അത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഞാൻ അവിടുന്ന് നമ്പർ എടുത്തിട്ട് പൊയ്യാറമഠത്തിലേക്ക് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ സ്വാമി ഷെറിൻ സ്വാമി എന്നോട് ഫോൺ എടുത്ത് സംസാരിക്കുകയും വളരെ പോസിറ്റീവായിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും തന്നു. അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ട് പൊയ്യാറമഠത്തിലേക്ക് വന്ന് സ്വാമീനെ നേരിട്ട് കണ്ടു. സ്വാമി എന്നോട് പറഞ്ഞു, ഇതൊരു പ്രോസസ്സാണ്, പെട്ടെന്ന് നമുക്കൊന്നും എടുത്തു ചാടി കിട്ടില്ല, അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് സ്വാമി എന്നോട് പറഞ്ഞു. സ്വാമിയുടെ ഉപദേശപ്രകാരം ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്ന് മുതൽ ചെയ്തു തുടങ്ങി. ഞാൻ ക്ഷമയോടെ ഇരുന്നു, നല്ല വേക്കൻസികൾ നോക്കി ആ ഒരു ഏജൻസി തന്നെയായിട്ട് മുന്നോട്ട് പോയി. മനസ്സിൽ ഇന്നും നല്ല സ്വാമീനെ വിശ്വസിക്കുകയും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ മുടങ്ങാണ്ട് വന്ന് പൂജകൾ നടത്തും. അത് അമാവാസി പൂജയായാലും പൗർണമി പൂജയിലാക്കിയാലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് പറ്റുന്ന പോലെ. ഇല്ലാത്ത സമയത്ത് വീട്ടിലിരുന്നിട്ട് ഭഗവാനെ മനസ്സിൽ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു 2 ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ എൻ്റെ ഏജന്റ് വിളിക്കാൻ. പ്രിയങ്ക, ഞാൻ വാട്സപ്പിലേക്ക് ഒരു സാധനം അയച്ചിട്ടുണ്ടോ, ഒന്ന് നോക്കിയിട്ട് തിരിച്ച് വിളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ എന്താണാവോ, അപ്പോഴും ആൾ എൻ്റെ അടുത്ത് വർക്ക് പെർമിറ്റ് വന്നൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ആ നിമിഷത്തിൽ പറയേണ്ടതെന്ന് അറിയില്ല. അത്ര സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ സ്വപ്നമായിരുന്നു നെതർലാൻഡ്സ് പോലെ ഒരു വലിയൊരു യൂറോപ്യൻ കൺട്രിയിൽ എങ്ങനെയും ഒന്ന് സെറ്റിൽ ആവാന്ന്, അതും നല്ലൊരു പൊസിഷനിൽ. ആ വർക്ക് പെർമിറ്റ് കയ്യിൽ കിട്ടിയ നേരത്തെ എനിക്ക് എന്താ പറയുക, ലോകം കീഴടക്കി അത്ര സന്തോഷമായിരുന്നു. ഒപ്പം തന്നെ എൻ്റെ വിഷ്ണുമായ സ്വാമീനെ കാണാനായിട്ട് ഞാൻ വേഗം സ്വാമീനെ വിളിച്ചിട്ട് ഷെറിൻ സ്വാമീനെ വിളിച്ചിട്ട് പൊയ്യാറമഠത്തിലേക്ക് ഓടിയെത്തി. ഞാൻ ഷെറിൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് അത്രയധികം സന്തോഷം പറഞ്ഞിട്ടുള്ളൊരു നിമിഷമായിരുന്നു അതെന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാമി പറഞ്ഞു, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഒരു അനുഭവം പറയുക, അത് തന്നെയാണ് വിഷ്ണുമായ സ്വാമിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എൻ്റെ അർപ്പണം. അങ്ങനെയാണ് ഷെറിൻ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ നേരെ വന്നു, ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത്. പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമീനെ ഞാൻ ദിനം പ്രതി പ്രാർത്ഥിച്ചതിനുള്ള ഒരു സമ്മാനമായിട്ടാണ് സ്വാമി എനിക്ക് തന്നതെന്നാണ് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നത്. കാരണം നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും പുറത്ത് വിദേശത്ത് പോയി നല്ലൊരു ജീവിതം നമുക്ക് കിട്ടണമെന്ന്. ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വിഷ്ണുമായ സ്വാമിയും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമെന്നും സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്നും ഞാൻ തികച്ചും വിശ്വസിക്കുന്നു.